ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയായ ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയെ കുറിച്ചാണ്. എന്താണ് ഈ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഫാൾസ് സിഗ്നൽസ് അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ഡിസിഷൻസ് അവോയ്ഡ് ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് കൂടുതൽ സക്സസ്ഫുള്ളായി മാറാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യമേ തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ബ്രേക്കൗട്ട് സ്ട്രാറ്റജി. ഇത് നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ സ്കാൽപ്പ് ട്രേഡിങ്, സ്വിംഗ് ട്രേഡിങ് ഇങ്ങനെയുള്ള ഈ എല്ലാ ടൈപ്പ് ട്രേഡിങ്ങിനും നമുക്ക് ഈ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി വർക്കാവുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ആക്യുറസി ലെവൽ ഇച്ചിരി കൂടുതലാണ്. മറ്റേ ബാക്കിയുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ നമുക്ക് ആക്യുറസി നമുക്കിവിടെ കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസിഷൻസ് നമുക്ക് ക്വിക്കായിട്ട് എടുക്കാൻ സാധിക്കും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ട്രാറ്റജികൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുമ്പം നമ്മൾ അവിടെ സൂപ്പർ ട്രെൻഡിൻ്റെ ഒക്കെ ഇതിലൊക്കെ പറഞ്ഞു അടുത്ത സിഗ്നൽ അല്ലെങ്കിൽ അടുത്തൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഒരു 10-14 സിഗ്നലിൻ്റെ വാല്യൂ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അടുത്ത സിഗ്നൽ എന്തായിരിക്കും അല്ലെങ്കിൽ അടുത്ത ഇൻഡിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് തരുന്നത്. അപ്പോൾ അത്രയും സിഗ്നലിൻ്റെ കാൽക്കുലേഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്കായിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഡിസിഷനിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയുടെ ഗുണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുമ്പം നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കുകളെക്കുറിച്ചും അത് വെച്ച് രൂപപ്പെടുന്ന പാറ്റേൺസിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് നമുക്കുണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പം കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷനിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ബേസിക് നോളജ്, എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, ക്യാൻഡിൽ സ്റ്റിക്ക് ആ ഒരു പാറ്റേൺ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരു നോളജ് ഗ്യാദർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്താണ് ഈ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ഓരോ ഇൻട്രാഡേ ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിനോ ഷോർട്ടിനോ ഒക്കെ നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ, അതായത് ചിലപ്പോൾ അത് പ്രീവിയസ് ഡേ ആയിരിക്കാം അല്ലെങ്കിൽ പ്രീവിയസ് മിനിറ്റിൻ്റെ ആയിരിക്കാം, ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈനെ അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നതിനെയാണ് ബ്രേക്കൗട്ട് എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നു, ഇതിനാണ് നമ്മൾ ബ്രേക്കൗട്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് ആൾക്കാർ മാർക്കറ്റിൽ എൻ്റർ ആവുന്നു, അതിനുശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതിനെയാണ് നമുക്ക് ബ്രേക്കൗട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ ബ്രേക്കൗട്ടുകൾ യൂസ് ചെയ്യാം? സോ ഇപ്പോൾ നമ്മളൊരു സ്കാൽപ്പ് ട്രേഡിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അവർ ഒരു 1 മിനിറ്റ് ചാർട്ടോ അല്ലെങ്കിൽ 3 മിനിറ്റ് ചാർട്ടൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ആ ഒരു സമയത്ത് പ്രീവിയസ് ക്യാൻഡിൽ നോക്കും. അവർ പ്രീവിയസ് 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിയിട്ട് ആ പ്രീവിയസ് 1 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈനെ, ഇപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈനെ അടുത്ത ക്യാൻഡിൽ എപ്പോൾ കട്ട് ചെയ്യുന്നോ, അതായത് അടുത്തൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, ആ ക്യാൻഡിൽ എപ്പോൾ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നോ ആ സമയത്ത് അവർ എൻ്റർ ആവും. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ പോയിൻറ്റിലായിരിക്കും സ്റ്റോപ്പ് ലോസ് ഇടുക. അതിനുശേഷം ഇപ്പോൾ ഉള്ള ക്യാൻഡിലിൻ്റെ ഹൈ എവിടെ വരെ പോകുന്നോ അവിടെ അവർ ടാർഗറ്റും ഫിക്സ് ചെയ്യും. അങ്ങനെ ആ ഒരു ക്യാൻഡിലിൽ നിന്ന് ആ ഒരു അടുത്ത ഈ ക്യാൻഡിലിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അവർ എക്സിറ്റ് ആവും. സോ ഈ ഒരു ക്യാൻഡിൽ തന്നെ ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ആവാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാണെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കൂടുതൽ ആക്യുറസിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബിയറിഷ് മാർക്കറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോയിനെ എപ്പം അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നു, അതായത് ഈ ക്യാൻഡിലിൻ്റെ പ്രൈസ് എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു ആ ഒരു സമയത്ത് അവർ എൻട്രി ഫിക്സ് ചെയ്യുന്നു. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയെ സ്റ്റോപ്പ് ലോസ് ആക്കി വെക്കും. അതിനുശേഷം ഈ ക്യാൻഡിൽ എവിടെ വരെ താഴേക്ക് വരുന്നോ അവിടെ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. സോ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ക്യാൻഡിലിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ശേഷം അടുത്ത ക്യാൻഡിലുകളിലേക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസൊക്കെ ഇട്ടിട്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് സാധ്യമാണ്. ഇനി നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ടിനെ വൺ ഡേ ചാർട്ടിലേക്ക് മാറ്റുക. വൺ ഡേ ചാർട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഡേയുടെ ഫുൾ ബൈ ആൻഡ് സെല്ല്, അതായത് പ്രീവിയസ് ഡേയിൽ നടന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഒരു ആവറേജ് ആയിരിക്കും ഒറ്റ ക്യാൻഡിൽ.
സോ ആ പ്രീവിയസ് ഡേയിൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈനെ എപ്പം അടുത്ത ഈ ദിവസത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നോ, അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ എപ്പം അതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നോ അവിടെ എൻട്രി കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ഡേയിൻ്റെ ക്യാൻഡിലിൽ ലോയിൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നു. പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ഡേയിൻ്റെ അതേ ഡേയുടെ ക്യാൻഡിലിൽ അവർ മാക്സിമം പ്രോഫിറ്റ് എടുക്കുന്നു. അത് ചിലപ്പോൾ മോർണിംഗ് മാർക്കറ്റിൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ ഒരു 3:15 വരെയുള്ള സെഷനിൽ എപ്പോൾ അത് ഹൈ പ്രോഫിറ്റിലേക്ക് എത്തുന്നോ ആ ഒരു സമയത്ത് അവർ എക്സിറ്റ് ആവുന്നു. ഇത് സെയിം നമുക്ക് ബിയറിഷ് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ലിന് പോകുമ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സ്വിംഗ് ട്രേഡിങ്ങിനും ഷോർട്ട് ട്രേഡിങ്ങിനും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും ഒരു നമ്മൾ 1 ഡേ ചാർട്ട് അല്ലെങ്കിൽ 1 വീക്ക് ചാർട്ടിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കും ആക്യുറസി നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ സ്കാൽപ്പ് ട്രേഡിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് 1 മിനിറ്റ് ചാർട്ട് 3 മിനിറ്റ് ചാർട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷേ 3 മിനിറ്റ് ചാർട്ടും 5 മിനിറ്റ് ചാർട്ടൊക്കെ ആയിരിക്കും 1 മിനിറ്റ് ചാർട്ടിനെക്കാട്ടിലും കൂടുതൽ ആക്യുറസി നമുക്ക് തരിക. സോ നിങ്ങൾക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രമാത്രം പ്രോഫിറ്റ് വേണം എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ചാർട്ട് അപ്ലൈ ചെയ്തിട്ട് ട്രേഡിംഗ് എടുക്കാൻ ശ്രമിക്കുക. ഇനി ലൈവ് ചാർട്ടിൽ നമുക്ക് എങ്ങനെ ഇത് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് പോളികാർബ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ചാർട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഹൈ ഇത് ഞാൻ ഒരു വൺ ഡേ ചാർട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 ഡേ ചാർട്ടിൽ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രീവിയസ് ഹൈ, അതായത് ഒക്ടോബർ 1 ഉള്ള ഹൈ ആയിരുന്നു 711 രൂപ. ഇതിനെ ഇവരിവിടെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു കൺഫർമേഷൻ സിഗ്നൽ നമുക്ക് ഒക്ടോബർ 18 കാണാൻ സാധിക്കും. ഒരു 725 പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ബുള്ളിഷ് സിഗ്നൽസ് ഫോം ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു ബുള്ളിഷ് സിഗ്നലിൻ്റെ കൺഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടി. സോ നമുക്ക് ഈ ഒരു സിഗ്നലിൽ നമുക്ക് എൻട്രി കൊടുക്കാൻ സാധിക്കും. ഇവിടെ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ക്യാൻഡിലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം ട്രേഡിങ്ങിനൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതിനുശേഷം വെയിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എവിടെ വരെ വേണോ, അല്ലെങ്കിൽ എപ്പോൾ ഒരു സിഗ്നൽ റിവേഴ്സൽ കാണുന്നോ ആ ഒരു സമയത്ത് നമുക്ക് എക്സിറ്റ് എടുക്കാൻ സാധിക്കും. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫോൾസ് സിഗ്നൽസും വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ഫോൾസ് സിഗ്നൽസിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് എങ്ങനെ മാർക്കറ്റിൽ നിന്നും എക്സിറ്റ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഇതൊരു മൊമെൻറ്റം ബേസ്ഡ് സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കലും മാർക്കറ്റിൻ്റെ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു ബുള്ളിഷ് മാർക്കറ്റാണ് കാണുന്നതെങ്കിൽ നമ്മൾ ബുള്ളിഷ് മാർക്കറ്റിന് അനുസരിച്ചുള്ള ട്രേഡിങ്ങിലേക്ക് പോകണം. അതായത് നമ്മളൊരു ബൈ കോളിനുള്ള രീതിയിലായിരിക്കണം പോകേണ്ടത്. ഇനി ഇതൊരു ബിയറിഷ് മാർക്കറ്റാണെങ്കിൽ ഷോർട്ട് സെല്ലിനുള്ള കാര്യങ്ങളിൽ നമ്മൾ നോക്കണം. ഒരിക്കലും മാർക്കറ്റിൻ്റെ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകാൻ പാടില്ല. കാരണം ആ സമയത്ത് നമുക്ക് റിസ്ക് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ലോസ് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിലൊരു സഡൻ സ്പൈക്ക്, അതായത് ബ്രേക്കൗട്ട് നടക്കുന്നത് ഒരു സഡൻ സ്പൈക്കായിട്ട് ഒരു പരാബോളിക് ബ്രേക്കൗട്ടൊക്കെ മാർക്കറ്റിൽ നടക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ എൻട്രി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ബ്രേക്കൗട്ടിൽ നമുക്ക് പിന്തുടർന്ന് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം നമുക്ക് അവിടെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ സാധിച്ചു എന്ന് വരത്തില്ല. കാരണം 1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലും നമ്മളിപ്പം റിസ്ക് റിവാർഡ് റേഷ്യോ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒക്കെ നടക്കുവാണെങ്കിൽ ഒരു ഹൈ പ്രൈസിൻ്റെ ഡിഫറൻസ് അവിടെ വരും. ഇപ്പോൾ ഒരു ഇവിടെ SBIൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 20 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഗ്യാപ്പ് അപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ അത്രയും 20 രൂപയുടെ റിവാർഡ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ലോസ് വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരാബോളിക് ബ്രേക്കൗട്ട് നടക്കുമ്പോൾ മാർക്കറ്റിനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ ഒരു എൻട്രി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ഗ്യാപ്പ് അപ്പിൻ്റെ കേസിലാണെങ്കിലും ഗ്യാപ്പ് ഡൗണിൻ്റെ കേസിലാണെങ്കിലും ആ സമയത്ത് ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാലും മാർക്കറ്റിൽ എൻട്രി കൊടുക്കാതിരിക്കുക. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാലും അടുത്തതൊരു കൺഫർമേഷൻ സിഗ്നൽ എടുത്തതിന് ശേഷം, ഇപ്പോൾ സ്കാൽപ്പ് ട്രേഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അടുത്ത സിഗ്നലിൽ തന്നെ എക്സിറ്റ് ആവുന്നു. അതെല്ലാം ഒരു ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണ്, സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ നടത്തുവാണെങ്കിൽ എപ്പോഴും ഒരു കൺഫർമേഷൻ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഒരു ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം ഫോം ചെയ്യുന്ന അടുത്ത സിഗ്നൽ എന്താണെന്ന് നോക്കുക. അതും ഒരു അപ് ട്രെൻഡിൽ പോകുന്നതിന് ഒരു അപ് ട്രെൻഡ് സിഗ്നൽ തന്നെ കാണിക്കുവാണെങ്കിൽ അവിടെ എൻട്രി ചെയ്യാൻ ശ്രദ്ധിക്കുക.
ഒരു കൺഫർമേഷൻ ഇല്ലാണ്ട് ഒരിക്കലും മാർക്കറ്റിൽ എൻ്റർ ചെയ്യരുത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്, ഒരു മാർക്കറ്റ് കൺസോളിഡേഷൻ മാർക്കറ്റ് ആണെങ്കിൽ, അതായത് മാർക്കറ്റിൽ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവിടെ ഇതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടേക്കാണെന്നുള്ളതൊരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കൺസോളിഡേഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന സിഗ്നൽ ഫോം ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് നോക്കുക. അപ്പ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ കാണുന്നത് എന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള ട്രേഡ് എടുക്കുക. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമുക്ക് ഇവിടുത്തെ മാർക്കറ്റിലെ സപ്പോർട്ടും റെസിസ്റ്റൻസും എപ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇപ്പോൾ ഉള്ള പ്രൈസ് ആ ഒരു സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് സോണിലാണോ അതോ റെസിസ്റ്റൻസ് സോണിലാണോ എന്നുള്ളത് നമ്മൾ അറിയണം ബ്രേക്കൗട്ടിന് നോക്കുമ്പോൾ. സോ ഇവിടെ ഒരു ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു റീസെൻറ്റ് പ്രൈസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഇവരുടെ സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 705-706 രൂപ, ആ ഒരു പ്രൈസിലാണ് ഈ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് സോണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സോൺ നോക്കുവാണെങ്കിൽ 765-766 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. അതായത് ഈ റെസിസ്റ്റൻസ് സോണിനെ അല്ലെങ്കിൽ സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയോ താഴേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക് വന്നു കഴിയുമ്പം, ഇപ്പോൾ ഈ സ്റ്റോക്ക് ഒരു സപ്പോർട്ട് സോണിലാണ് ഇരിക്കുമ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുശേഷം വരുന്ന സിഗ്നൽ നോക്കിയിട്ട് ഓക്കെ മുകളിലേക്കാണെങ്കിൽ നമുക്ക് അപ്പോൾ അവിടെ ഒരു എൻട്രി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സോണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ കോൾ അതിനുശേഷം അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ താഴേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു ഷോർട്ട് സെല്ലിന് പോകാൻ സാധിക്കും. ഇങ്ങനെ ഇതിന് നമ്മൾ മെയിനായിട്ടും ഇത് സ്റ്റോക്കിൻ്റെ ട്രെൻഡ്, അതിനുശേഷം ഇതിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാരാബോളിക് ഫോർമേഷൻസ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയിൽ നമുക്ക് ലോസുകൾ അല്ലെങ്കിൽ നമുക്ക് ഫോൾസ് സിഗ്നൽസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ഓരോ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു പേപ്പർ ട്രേഡിംഗ് ഒരു 5-10 ദിവസങ്ങളിലേക്ക് ഒരു പേപ്പർ ട്രേഡിംഗ് അല്ലെങ്കിൽ വിർച്വൽ ട്രേഡിംഗ് നടത്തിയതിന് ശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം ഇത് ചുമ്മാ മാർക്കറ്റിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മാർക്കറ്റിനെ പറ്റിയുള്ള പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.